മഹാഗുരുശരണം ഇന്ന് 2025 ജൂൺ മാസം 24-ാം തീയതി ചൊവ്വാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇതിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ബ്ലാക്ക് മാജിക് എന്നുള്ളതാണ്, പ്ലസ് കാർമിക്. ഇതിപ്പോൾ 6ാമത്തെ വീഡിയോ ആണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 5ാമത്തെ റെക്കോർഡ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ് ഇത് തുടരും എന്ന് തോന്നുന്നു, തുടരും എന്ന് പറഞ്ഞു. പക്ഷേ അതും ഇടയ്ക്ക് വെച്ച് കട്ടായി. ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്യാം, 6ാമത്തെ വീഡിയോ. അപ്പോൾ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു. അത്രയ്ക്ക് ചില പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോഴത്തേക്കും ആ വീട്ടിൽ ആരോഗ്യം, സാമ്പത്തികം എല്ലാമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വീട്ടിലാണ് പോയി അവിടെ ചെന്ന് അവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ചില വീട്ടിൽ ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ ഇടാനുള്ളതാണ് പറഞ്ഞത്. അതുകൂടാണ്ട് ചില ഭാഗത്ത് വിളക്ക് വയ്ക്കാനുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പറയുമ്പോഴത്തെ എപ്പോഴും ഞാൻ പറയും, എല്ലാവരും ക്രോസ് ചെക്ക് ചെയ്യും, അത് ശരിയാണോ. ഇങ്ങനെ ഒരാൾ വന്ന്, കാര്യം അവർ പല ആൾക്കാരെ കണ്ട് പല പ്രതിവിധികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യും അവർ, എല്ലാവരും ചെയ്യും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്യും. അപ്പോൾ അവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രതിവിധിയിലുള്ളതാണെന്ന് അവർ പറയണമെന്നില്ല. കാര്യം എൻ്റെ ഗുരു എനിക്ക് ഉപദേശിച്ച് തന്ന കാര്യങ്ങൾ വെച്ച് ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നിയ ആ ഇൻഡ്യൂഷൻ കിട്ടിയത് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തന്നതെന്ന് നേരത്തെ ഒരു മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിവിധികൾ പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്താൽ അത് ശരിയാകണമെന്നില്ല. ഇത് ചിലവ് വളരെ കുറഞ്ഞ ഒരു ചിലവ്, അത്രയില്ല, ചെറിയ ചിലവ് വരും. 10,000 രൂപ അവർക്ക് ചിലവ് വന്നേക്കും അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് പറയുന്ന അവർ കണ്ടിന്യൂസ് ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ ചിലത് അവർ ചോദിക്കും എത്ര നാളത്തേക്ക് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ കുറച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നവരെയും ചെയ്യാൻ പറയും. ചിലപ്പോൾ ഒരു വിളക്ക് കൊളുത്തുന്നതായിരിക്കും ഒരു പ്രത്യേക സ്ഥാനത്ത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വീട് വെക്കുമ്പോഴത്തേക്കും അതിന് ആ സമയത്ത് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട് പണി നടക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത് ബാധിക്കും. അത് കഴിഞ്ഞ് അവിടെ കയറി താമസിക്കുമ്പോൾ ബാധിക്കും. കല്ലിട്ട് കഴിയുമ്പോൾ, കയറി താമസിക്കണമെന്നില്ല, ഈ കുടുംബാംഗങ്ങൾ കല്ലിട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെതായ വാങ്ങലുകൾ ആ കുടുംബാംഗങ്ങൾക്ക് കിട്ടിയേക്കാം, കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങളിലൂടെ പോകും. അത് അപ്പോൾ ഒറ്റ തവണ കൊണ്ട് തീർന്നു. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. അപ്പോൾ ആ വീട്ടുകാരോട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വട്ടക്കാല് വെക്കുക എന്നുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മളത് കാണുന്നത് ഫുട്ബോൾ കളിയിലാണ്. ഒരു ബോളും കൊണ്ട് പോണവരെ പുറകിൽ നിന്ന് കാല് വെച്ചിട്ട് വീഴ്ത്തും, എന്നിട്ട് ആ ബോൾ തട്ടിയെടുക്കും. ഇങ്ങനെ വട്ടക്കാല് വെക്കുന്ന പരിപാടി പോലെ ആ വീഴ്ചയുടെ ആഘാതമനുസരിച്ചാണ് പിന്നത്തെ ആഫ്റ്റർ എഫക്റ്റ്. ഈ ബ്ലാക്ക് മാജിക്കിലും വരുന്ന കാര്യം അതാണ്. അത് അവരോട് പറഞ്ഞ് അവർക്ക് പ്രതിവിധി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ഒരു വീട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവരെ പല പുതിയ വീട് വെച്ച് താമസിച്ചു. ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കുറേ വർഷം, എനിക്ക് തോന്നുന്നു 15-20 വർഷങ്ങളായി കാണും. എന്തോ പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞത് ശേഷം ഒരു വ്യക്തിനെ, പെൻഡുലം നോക്കുന്ന ഒരു വ്യക്തിനെ കൊണ്ടുവന്നിട്ട് പെൻഡുലം വെച്ച് ആ വീട്ടിൽ നോക്കി. അവിടെ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു കൊടുത്തു. ആ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എടുത്തു കൊടുത്തു. ആ വീട്ടുകാർക്ക് ചെറിയതായിട്ട് സാമ്പത്തിക മാറ്റങ്ങൾ വന്നു. ഇതെന്നെ പേഴ്സണലി അറിയിച്ചു. ഇതൊക്കെയായി, കാര്യങ്ങളൊക്കെ ശരിയായി, ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. അവിചാരിതമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഉദ്ദേശം 1 മാസത്തിന് മുമ്പ്, അന്ന് പെൻഡുലം നോക്കിയ അതേ വ്യക്തി തന്നെ ആ പർട്ടിക്കുലർ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ വീട്ടിൽ ഈ പ്രധാന വാതിലിരിക്കണത് ശരിയല്ല, അതുപോലത്തെ ഇവിടുത്തെ കോവണിപ്പടി അതും ശരിയല്ല, ഇത് രണ്ടും മാറ്റണമെന്ന് പറഞ്ഞു. അത് മാറ്റാൻ പോകുന്നു. മാറ്റിയെന്ന് തോന്നണം, എനിക്കറിയില്ല. അപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, അദ്ദേഹം പ്രഗത്ഭനാണ്, അദ്ദേഹം പറഞ്ഞാൽ പിന്നെ മാറ്റമില്ല, എന്നോട് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറ്റും കാര്യം, അതാണ് ആ രീതിയിൽ കാണുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യം വന്നൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് വന്നിട്ട് അതിന് പ്രതിവിധി പറഞ്ഞിട്ട് പോയി. പക്ഷേ അന്നും ആ വീട്ടിലിരുന്ന് ചായ കുടിച്ച് കാണാം. ചായ കുടിച്ചിട്ടും ആ ഒരു പർട്ടിക്കുലർ പ്രശ്നം അന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടില്ല. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് മാജിക് ചെയ്യുമ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇതിന് പ്രതിവിധി കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണ് കെട്ടുന്നതല്ല, ഒരു തടസ്സപ്പെടുത്തുന്ന ഒരു പ്രതിവിധി ഇതുണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹം ബ്ലാക്ക് മാജിക് എടുത്തു കൊടുത്തെങ്കിലും ആ വീട് പണി നടക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു പിഴവ് അത് കണ്ടുപിടിക്കാൻ പിന്നെ അതും കഴിഞ്ഞ് 15 വർഷങ്ങൾ കഴിഞ്ഞു. 15 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പിഴവ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. മനസ്സിലായി? അത് ഒരു കാര്യം ഇതിൽ വരുന്നത്. വേറൊരു കാര്യം എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഞാനിങ്ങനെ ഒരു VRS എടുത്തോ അതിന് മുമ്പാണോ എന്നറിയില്ല, എനിക്ക് നാട്ടിൽ നിന്ന് പലവിധ ഫോണുകൾ, പല ആൾക്കാരുടെ ഫോണുകൾ, നാട്ടിൽ എന്ന് പറഞ്ഞാൽ ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ ദേവിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ദേവി ചൈതന്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ സാളഗ്രാമമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേവി ചൈതന്യം ഉള്ളതായിട്ട് എനിക്കറിവില്ല. പിന്നെ എൻ്റെ അറിവിലുള്ളത് എൻ്റെ അമ്മൂമ്മ
കുടുംബത്തിൽ അമ്മൂമ്മ പുരോഹിത കുടുംബത്തിലായിരുന്നു. ഞങ്ങളുടെ ഇതിൽ തന്നെ ഭട്ട് വാദ്യാർ എന്ന് പറഞ്ഞിട്ട് പുരോഹിതന്മാരുണ്ട്. അപ്പോൾ പുരോഹിത കുടുംബത്തിലെയാണ് അമ്മൂമ്മ. പക്ഷെ കല്യാണം കഴിച്ച് വന്നത് സാധാരണ യജമാന കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ പൈ കുടുംബത്തിലാണ് കല്യാണം കഴിച്ചു വന്നത്. അപ്പോൾ ഏത് കുടുംബത്തിലേക്കാണോ കല്യാണം കഴിച്ചു വരുന്നത് അതിൻ്റെ സംസ്കാരമായിരിക്കും പിന്നെ പിന്തുടരുന്നത്. പക്ഷേ അമ്മൂമ്മ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഗായത്രിയൊക്കെ കാണാൻ പഠിപ്പിച്ചത് അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്ക് അതറിയായിരുന്നു, സന്ധ്യാവന്തരം ചെയ്യാൻ അറിയായിരുന്നു, പഞ്ചമുദ്രകൾ പിടിക്കാൻ അറിയായിരുന്നു. കാര്യം അമ്മൂമ്മയുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ വാദ്യാർ ഫാമിലിയായിരുന്നു. അമ്മൂമ്മ ഉള്ളി സവാളയൊന്നും കഴിക്കുകയില്ല. ഇതാണ് ശീലമാണ് എനിക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ ഈ ചൊവ്വ മാസ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് വെച്ച് ദേവിയുടെ ആരാധന നടത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക്. അത് അമ്മൂമ്മയുടെ കാലശേഷം ഇപ്പം എൻ്റെ മൂത്ത ചുറ്റമ്മ അത് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് തിരുമേനി പറഞ്ഞിട്ട് കുറച്ച് നാൾ ഞാൻ ചെയ്തിരുന്നു. തിരുമേനിയുടെ ശിക്ഷ എടുത്ത് അത് കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞ് നിർത്തി. ആകെ എനിക്ക് 3 വർഷം 4 വർഷമാണ് അത് കണ്ടിന്യൂ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു, ഇങ്ങനെ ഒരു അറിവുണ്ടെന്ന് എനിക്ക് പറഞ്ഞു. പക്ഷേ അതല്ല, വേറൊരു ഇതാണ്. ആരോ നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തി എങ്ങാണ്ട് പോയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ ഈ കോണ്ടാക്ട് ചെയ്യുന്ന ഞാൻ ചോദിച്ചു, ആരാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക? കോണ്ടാക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ വിളിക്കുന്ന ആൾക്കാരുടെ കുടുംബ പുരോഹിതനാണ് ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഇല്ല എന്നുള്ള അറിവ് കിട്ടിയിട്ട് അപ്പോൾ ഈ വ്യക്തി ആരാണെന്ന് എന്താണെന്ന് കാര്യം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ, ഒരു 30-35 വർഷം മുമ്പുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം. 2001 അവിടെ നിന്ന് ലക്ഷദ്വീപിൽ പോയതിന് ശേഷമാണ് എനിക്ക് അവിടുത്തെ കണക്ഷൻസ് കുറച്ച് പോയിരിക്കണം. അതിനുശേഷം ഞാൻ അവിടുത്തെ സ്ഥലം വിറ്റു. ഇപ്പോൾ ആലപ്പുഴയിലാണ് വീട് വെച്ചിരിക്കുന്നത്. പക്ഷേ താമസിക്കുന്ന എറണാകുളത്താണ്. പണ്ടത്തെ ആൾക്കാരെയൊക്കെ അറിയാം. അനുഗ്രഹം കൊണ്ട് ഫാമിലി ട്രീ ഒക്കെ ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഒരു 7 തലമുറയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റി ഒരു അനുഗ്രഹം കൊണ്ട്. അതെന്തു ആവട്ടെ. അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. ഇതറിഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ ഇതിൽ കൊച്ചിയിലുള്ള ഒരു പെൻഡുലം നോക്കുന്ന പ്രഗത്ഭനായ അവിടുത്തെ ക്ഷേത്രത്തിലെ മേൽശാന്തിയായ തിരുമേനിനെ കാണാനായിട്ട് ഞാൻ പോയി. പുരോഹിതൻ ഞങ്ങളുടെ ഇതിലെ വാദ്യാർ സ്വാമിയാണ്. അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഞാൻ ചോദിച്ചു, വാദ്യാർ സ്വാമി, ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഇത് പെൻഡുലം നോക്കി ആ കുടുംബത്തിൽ ദേവിയുണ്ടോ എന്ന് നോക്കാൻ വന്നിരുന്നു? ഇല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തോ ഉണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ടെന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, നീ സങ്കല്പിച്ചോളാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങൾ, ഞങ്ങളുടെ സർപ്പക്കാവുണ്ട് അവിടെ സങ്കല്പിച്ച്, അവിടെ ഇല്ല. അപ്പോൾ അതുകൂടാണ്ട് വേറെ 2-3 സ്ഥലങ്ങൾ സങ്കല്പിച്ചില്ല. എന്നിട്ട് ഈ പർട്ടിക്കുലർ ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലം, ആ സ്ഥലത്ത് അത് സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ടാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്കും വന്ന് എടുത്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ആ വ്യക്തി പിന്നെ കണ്ടെത്തി, ആരാണ് ആളെന്താണെന്നൊക്കെ കണ്ടെത്തി. അപ്പോൾ അവരും വന്നിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഇത് അവിടെ നിന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വാമിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, സ്വാമി എടുത്ത് തരാമെന്ന് പറയുന്നു, ഞാൻ മുന്നോട്ട് ഇറങ്ങണമെന്ന് ചോദിച്ചു. കാര്യം ചില കുടുംബത്തിലെ കാര്യങ്ങൾക്ക് ഞാൻ മുന്നോട്ട് ഇറങ്ങാനുള്ളൂ. ഇപ്പോൾ പുറകോട്ട് മാറി ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മുന്നോട്ട് ഇറങ്ങണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അത് എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന് കുറേ നിബന്ധനകൾ വരും. അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം, ഇതെങ്ങനെ ഇത്രയും നാൾ അറിയാണ്ട് പോയി, എങ്ങനെ അവിടെ വന്നു? ഇതുവരെയും അത് അറിവില്ല. പക്ഷേ ഈ സ്ഥലം ഇരിക്കുന്നെന്ന് പറയുന്നിടത്ത് ഒരു പ്രത്യേകതകളുണ്ട്. ആ സ്ഥലത്തിന് ദർഭ വളരും, അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ചെറുപ്പം തൊട്ട് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇത് ഒരു 4 തലമുറകൾക്ക് മുമ്പ് ഇത് അന്ന്. അപ്പോൾ ഈ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ പരദേവതകളെ പലരും മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ അനുഭവങ്ങൾ പലർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ അമ്മയ്ക്ക് തോന്നി, ഇത് മക്കൾക്ക് നാളെ ഒരു ബാധ്യതയാകും. ഇത് ചെയ്യുന്നത്, പൂജകൾ ചെയ്യുന്നത് മക്കൾക്ക് ബാധ്യതയാകും. ഒരു ഉദ്ദേശം 150 വർഷത്തിന് മുമ്പായിരിക്കും ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവിന് ഇത് ശരിയാണെന്ന് പറഞ്ഞ് അതപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കിയത്, അപ്പോൾ ഈ സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവർ പണിക്കാരനെ ഏൽപ്പിച്ചത്. പണിക്കാരനെ ഏൽപ്പിച്ചിട്ട് പണിക്കാരനോട് പറഞ്ഞ് ഇതെവിടെയെങ്കിലും ജലാശയത്തിൽ ഒഴുക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് എല്ലാ വീടുകളിലും പണിക്കാരുണ്ടാവും, കാര്യസ്ഥന്മാരും പണിക്കാരും ഒക്കെ ഉണ്ടാവും. അദ്ദേഹം ഇത് കൊണ്ടുപോയി, അദ്ദേഹം ജലാശയത്തിൽ ഒഴുക്കാനൊന്നും പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വീടിൻ്റെ
പറമ്പിൻ്റെ ഒരു ഭാഗത്ത് വീട്ടുകാർ കാണാണ്ട് രാത്രിയിൽ ഇത് കുഴിച്ചിട്ടു. ഇതാണ് സംഭവിച്ചിരിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. അതിനുശേഷം ആ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അനിഷ്ടത വന്ന് കാണാം, ഒരു തലമുറ കഴിഞ്ഞിട്ടെങ്കിലും വന്ന് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അത് സംഭവിച്ചു. പക്ഷെ ഇപ്പോൾ ഈ പർട്ടിക്കുലർ വ്യക്തി, ഈ 4-5ാമത്തെ തലമുറയിലുള്ള വ്യക്തി ചെന്ന് ഇത് കണ്ടുപിടിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ അന്ന് അത് ചെയ്യിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പത്നിയുടെ റീബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ അത് വെച്ച ആളുടെ റീബർത്ത് ആയിരിക്കാം. മനസ്സിലായോ? ഗ്രഹനാഥൻ അല്ലെ ഗ്രഹനാഥൻ്റെ ഭാര്യ, അല്ലെങ്കിൽ അത് അവർ ചെയ്യിച്ച വ്യക്തിയുണ്ടല്ലോ, അവരുടെ റീബർത്ത് ആയിരിക്കാം ഈ വ്യക്തി. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ നിയോഗം എന്ന് പറഞ്ഞത്. പക്ഷെ ഇതുവരെ അത് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല. ഇപ്പോഴും ആ കുടുംബത്തിൽ അവിടെ ആരുമില്ല, അത് ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. പുറകിലൊരു കഥയെന്ന് പറഞ്ഞാൽ ഉദ്ദേശം 60 വർഷങ്ങൾക്കും ഈ കുടുംബത്തിലെ ഇപ്പോഴത്തെ 3ാമത്തെ തലമുറകൾ, 2ാമത്തെ ചിലരുണ്ട്, 2ാമത്തെ ഉണ്ട്, 3ാമത്തെ ഉണ്ട്, 2ാമത്തെ ചിലരുണ്ട്. അപ്പോൾ ഞാനുമായിട്ട് എൻ്റെ കുടുംബമായിട്ട് 5 തലമുറയ്ക്ക് മുമ്പുള്ള ബന്ധമുള്ള കുടുംബമാണ് ഇത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ സാളഗ്രാമമുള്ള കുടുംബമാണ്. സാളഗ്രാമം നമ്മുടെ കുടുംബത്തിലെ തന്നെ വേറൊരാളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. കാര്യം നിത്യപൂജ വേണ്ടതാണ് സാളഗ്രാമം. കുറേ നാൾ ഞാനും അത് പൂജിച്ചിരുന്നതാണ്. അപ്പോൾ ഉദ്ദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 56, ഈ ജൂലൈയിൽ 57 വയസ്സാവും. അപ്പോൾ 57 എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ട് അന്ന് നടന്ന സംഭവങ്ങൾ. പക്ഷെ പിന്നെ ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് എൻ്റെ അമ്മൂമ്മയും തിരുമേനിയും അച്ഛനിൽ നിന്നുമൊക്കെ കിട്ടിയ അറിവുകൾ വെച്ചാണ് ഞാൻ പറയുന്നത്. ആ കുടുംബത്തിലുള്ളവർ ബിസിനസ് ചെയ്തിരുന്നു പാർട്ണർഷിപ്പിൽ. അന്നത്തെ പാർട്ണർഷിപ്പിൽ പുകയില ബിസിനസ് ചെയ്തിരുന്നു. അന്ന് പുകയില വ്യാപാരം ഭയങ്കര ലാഭകരമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ പുകയില വ്യാപാരം പാർട്ണർഷിപ്പിൽ ചെയ്തിരുന്നു. അതിനകത്ത് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുണ്ടായിട്ട് അതിൽ കുറേയധികം ഈ ഗ്രഹനാഥന് കുറേയധികം തിരിച്ചടികൾ കിട്ടി. പുകയിലയും വെറ്റിലയാണ് ബിസിനസ് പറഞ്ഞത്. വെറ്റിലക്കൊടി ഇതെടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന അന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം തിരിച്ചടികൾ കിട്ടി. പിന്നെ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പത്നി അന്ന് പാപ്പർ സൂട്ട് കൊടുത്തിട്ടാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അന്ന് ഇദ്ദേഹം ഈ ബിസിനസ് നല്ല രീതിയിൽ പോയത് താഴോട്ട് വരാനൊരു കാര്യം ഈ വ്യക്തി അന്നത്തെ കാലത്ത് ഇദ്ദേഹം 89 അല്ലെങ്കിൽ 91 ഇദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചു. ഇദ്ദേഹം ഭയങ്കര ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. നന്നായിട്ട് ചെസ്സ് കളിക്കുമായിരുന്നു. അദ്ദേഹത്തെ ചെസ്സുകളിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നെപ്പോലുള്ള എൻ്റെ തലമുറയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അവിടെയുള്ളവർക്കെല്ലാം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹനുമാൻ സേവ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം വായുസ്തുതി എന്ന് പറഞ്ഞ് മാതൃസമ്പ്രദായത്തിൽ വായുസ്തുതി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. കുറച്ച് മന്ത്രങ്ങളാണ്. അപ്പോൾ അത് ചൊല്ലുന്ന അതിൻ്റെ ദീക്ഷ കിട്ടിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അത് അതിൻ്റെ മന്ത്രം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. വേണ്ട അതൊന്നും നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. വാങ്ങിക്കാത്ത നന്നായെന്ന് എനിക്കും തോന്നി ഇപ്പോൾ. കാര്യം അത്രയ്ക്ക് ചിട്ടയുടെ വേണം. അപ്പോൾ അദ്ദേഹം അവസാനം ശരീരം വെടിയുമ്പോഴത്തേക്കും ആ ദിവസം ഇന്ന് ഞാൻ ശരീരം വെടിയെന്ന് എഴുതി പേരും മകൻ്റെ പിന്നെ അതുകൂടാണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെയൊക്കെ ഫോൺ നമ്പർ, അന്ന് ലാൻഡ് ലൈനാണുള്ളത്, ഫോൺ നമ്പരും എഴുതി വെച്ചതാണ്. ഞാൻ എൻ്റെ കൺമുന്നിൽ രാത്രി ഒരു 11 മണിക്ക് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പത്നിയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ പലരും പറയും അത് വിഷം കഴിച്ചതാണ്. ഇതൊന്നുമല്ല, അദ്ദേഹത്തിന് ആ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടി എഴുതി. അദ്ദേഹം തെക്കോട്ട് തലവെച്ച് കിടന്നു. ദർഭ കൊണ്ടുവന്ന് വയ്ക്കാൻ പറഞ്ഞു, ഞങ്ങൾ വെച്ചില്ല. തെക്കോട്ട് തലവെച്ച് വെറും നിലത്ത് കിടന്നു. ഇത് എന്താണ് തലയണ വെക്കാൻ പോയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, അതുപോലെ കിടന്ന്. അപ്പോൾ പിന്നെ എൻ്റെ ഗുരുവിനെ വിളിച്ചു, ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനിയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രാണം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കഴിഞ്ഞ അടുത്ത കുടുംബകാരണവരായിട്ടുള്ള ആളെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ ആദ്യം വിളിച്ച് അത് കഴിഞ്ഞാൽ ഗുരുവിനെ വിളിക്കും. ഗുരു വന്ന് പൾസ് നോക്കുമ്പോൾ കുറഞ്ഞു കഴിഞ്ഞു, ആള് പോയി എന്നുള്ള രീതിയിൽ ഗുരു പറഞ്ഞു. ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനി പറഞ്ഞു. അങ്ങനെ ഇതാണ്. അപ്പോൾ ആ വീട്ടിലും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ സമയത്ത് ഇതുപോലെ നോക്കുന്ന പെൻഡിലോ മറ്റോ വെച്ച് നോക്കുന്ന ആളെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം നോക്കി. അവിടെ ചില ബ്ലാക്ക് മാജിക്കുകൾ അന്ന് എടുത്തു കൊടുത്ത് എന്തോ അവിടെ വിവാഹം നടക്കാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവർ വേറെ വീട് വെച്ച് മാറി, താമസിക്കാൻ പറ്റുന്നില്ല. ആ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരുന്ന മാറ്റിയെങ്കിൽ തന്നെ അന്ന് പെൻഡുലം നോക്കി വെച്ച് നോക്കാൻ വന്ന ആൾക്ക് ഈ
ദേവതകളുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ അതേ വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞത്, ഈ വേറെ ആൾ ചെന്നപ്പോൾ പറഞ്ഞത് അവിടെ ദേവീ സാന്നിധ്യം ഉണ്ടെന്ന്. അതാണ് ബ്ലാക്ക് മാജിക്. ആ സമയം അത് കണ്ടുപിടിക്കുമ്പോൾ ഉദ്ദേശം 60 വർഷത്തോളമായി. മനസ്സിലായി? 60 വർഷമായി, ഒരു ഷഷ്ടി പൂർത്തി. അത്രയുമാണ് ബ്ലാക്ക് മാജിക്കിൻ്റെ. മനസ്സിലായ? അപ്പോൾ എന്തിനും പ്രതിവിധിയുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇങ്ങനെ ഞാൻ ഓരോ ഇതിടുമ്പോൾ ഓരോരുത്തർ അവരുടെ അനുഭവങ്ങൾ പറയും. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു പ്രതിവിധി കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക. നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറയാണ്ടിരിക്കുക. കാര്യം പ്രശ്നങ്ങൾ പറഞ്ഞാൽ പിന്നെയും അതിൻ്റെ എനർജിയിലേക്കാണ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ചില ആൾക്കാർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ്, ആരെങ്കിലും ഞങ്ങൾക്ക് കൂടോത്രം ചെയ്യുന്നുണ്ടോ, അത് പറ്റുമോ എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന വയ്യാവേലിനെ വിളിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? വയവേലിയെ കിടക്കണ പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ പറയല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുക. അതാണ് ചോദിക്കാൻ. ഞങ്ങളെ ആരെങ്കിലും കൂടോത്രം ചെയ്താൽ ഞങ്ങളുടെ സമയം ശരിയാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ പതുക്കെ ഞാൻ അല്പം അകറ്റുകയാണ് നല്ലത്. കാര്യം അല്ലെങ്കിൽ അത് എൻ്റെ ഇതിന് പോലും അത് ബാധിക്കും. ആദ്യം അവർക്ക് രക്ഷപ്പെടണം. ഇപ്പോൾ മുങ്ങിത്താഴുന്ന ഒരാൾ രക്ഷപ്പെടണമെന്ന് ആ ആൾക്ക് രക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൈ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങേര് മുങ്ങിത്താഴുന്ന ബലത്തിൽ നമ്മളെ കൂടി വിളിച്ച് താഴട്ടില്ല. ഇതിലൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ദൈവജ്ഞനാകട്ടെ മറ്റ് മന്ത്രതന്ത്രം അറിയുന്നവർ വന്നു കഴിഞ്ഞാൽ അവരോട് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയാം. ഞങ്ങൾക്ക് ആരോഗ്യം ശരിയാകണം, ഞങ്ങളുടെ സമ്പത്ത് ശരിയാകണം, കുട്ടികൾക്ക് ജോലി ശരിയാകണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് ശരിയാകണമെന്ന് മാത്രം പറയുക. പരാതികളുടെ ബാണ്ടക്കെട്ടഴിക്കാണ്ടിരിക്കുക. കാര്യം എന്താ വെച്ചാൽ പിന്നെ എനർജി ഒന്ന് ആ ആൾക്ക് ഡിസ്റ്റർബ് ആകും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയ വീട്ടിൽ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയൂ എന്ന് പറയേണ്ടി വന്നു എനിക്ക്. ഞാൻ ചോദിക്കണതിന് മാത്രം മറുപടി പറയും. ആ വീട്ടിൽ 4 അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളോട് ചോദിക്കുമ്പോൾ അടുത്ത ആൾ ആ വീട്ടിലെ ഗ്രഹനാഥ കയറി ചാടിക്കയറി മറുപടി പറയും. ഞാൻ പറയും നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. ഞാൻ ചോദിച്ച കുട്ടിയോടാണെങ്കിൽ കുട്ടി മറുപടി പറയട്ടെ, ഭർത്താവിനോടാണെങ്കിൽ ഭർത്താവ് മറുപടി പറയട്ടെ എന്ന് കർശനമായിട്ട് എനിക്ക് പറയേണ്ടി വന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് ആ ആൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഡിസ്റ്റർബൻസ് ഇവരിൽ നിന്ന് തന്നെ വരുന്ന രീതിയിൽ ബ്ലാക്ക് മാജിക് ചെയ്ത് കളയും. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അതെനിക്കറിയാവുന്നതുകൊണ്ട് കർശനമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ളത് കംപ്ലീറ്റ് എനിക്ക് ചേട്ടനോട് പറയാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, മനസ്സിലുള്ളത് അവിടെ ഇരിക്കട്ടെ, ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്നാൽ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ ബ്ലാക്ക് മാജിക്കിൽ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, എന്ത് കാര്യത്തിനും പ്രതിവിധിയുണ്ട്. പക്ഷേ ആ പ്രതിവിധി ആദ്യം നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ മാറുക, നമ്മുടെ ചിന്താരീതികൾ മാറുക. അപ്പോൾ പറയും ആ ചിന്തകൾ നമ്മളായിട്ട് വരുന്നതല്ലല്ലോ. അല്ല, പക്ഷേ അത് വരുമ്പോഴത്തേക്കും മാറ്റി നമുക്ക് വേണ്ട ചിന്തയിലേക്ക് കൊണ്ടുപോകാമല്ലോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുതിയ സ്ഥലത്ത് പോവുകയാണ്, പെട്ടെന്ന് കുറച്ച് പോയി ചോദിച്ചപ്പോൾ വഴി തെറ്റിയെന്ന് മനസ്സിലായി. ഉടനെ തിരിച്ചു വന്ന് നമ്മൾ നല്ല വഴിയിലൂടെ പോവുകയില്ല. അപ്പോൾ ചിന്തകൾ വരുമ്പോൾ നമ്മളത് മാറ്റി നമ്മുടെ ആവശ്യമുള്ള ചിന്തയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പതുക്കെ ഇത് മാറിത്തുടങ്ങും. പതുക്കെ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മിനിമം 21 ദിവസം പിടിക്കും. 21 ദിവസം തൊട്ട് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ഇതിൽ റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്തേക്കുന്നു ഇതാണെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ജന്മങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലാണ്. കഴിഞ്ഞ ജന്മത്തിലെ ക്രയവിക്രയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ബ്ലാക്ക് മാജിക് കേൾക്കുന്നത്. ഇല്ലെങ്കിൽ ഏക്കുകയില്ല എന്നാണ് ഗുരു പറയുന്നത്. വെറുതെ വഴിയെ പോണവനെ ബ്ലാക്ക് മാജിക് ചെയ്തു എന്ന് പറഞ്ഞ് വലിയ എഫക്റ്റ് ഒന്നും വരികയില്ല. അതാണ് സത്യം. എന്തെങ്കിലും കർമ്മബന്ധങ്ങളിലെ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ബാക്കിയുണ്ടാകും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമായി, സൽസന്താന സൗഭാഗ്യമായി, സമ്പൽ സമൃദ്ധിയായി, കുടുംബത്തിൽ സമാധാനം സന്തോഷം ഐക്യമത്യം കെട്ടുറപ്പായി, എല്ലാവിധ പോസിറ്റീവ് കാര്യങ്ങളും നടക്കുവാനായി, എല്ലാവിധ മനോകാമനാഭിഷ്ടം നടക്കാനായിട്ട് സംഭവിക്കണമെന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ. ഓൾ ദി ബെസ്റ്റ്. ആൾ താങ്ക് യു ആൾ.